നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു എങ്ങനെ 2000 രൂപ വെച്ചിട്ട് SIP തുടങ്ങി മാസത്തിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഏതെങ്കിലും നല്ല മ്യൂച്വൽ ഫണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 12% ഗ്രോത്ത് വരികയാണെങ്കിൽ ഒരു 55 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 1.3 CR എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നമ്മൾ 10% മാർജിനൽ ഇൻക്രീസ് എവറി ഇയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 3.5 കോടി ആവുന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്കെല്ലാവർക്കും മനസ്സിലായി, ഇപ്പോൾ ഒരു 20ാമത്തെ വയസ്സിലാണ് നമ്മൾ SIP ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ 2000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി 55ാമത്തെ വയസ്സാകുമ്പോഴേക്കും നമുക്ക് സ്മാർട്ടായിട്ടുള്ള ഒരു കോർപ്പസ് മാനേജ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ നമ്മൾ വിചാരിക്കും 20ാമത്തെ വയസ്സിൽ ചെയ്യണത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിൽ ചെയ്യണത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ജോലി കിട്ടുമ്പോൾ തന്നെ മിക്കവർക്കും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇത് എത്ര ഡിലേ ആക്കി കഴിഞ്ഞോ അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറഞ്ഞ ശരിക്കുള്ള ഗ്രോത്ത് നടക്കുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ്, 20 വർഷം കഴിഞ്ഞിട്ടാണ്. ആ ഗ്രോത്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് കുറയണം നമ്മൾ എത്രമാത്രം ഡിലേ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം, ഇപ്പോൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഇതിൽ നിന്ന് നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഏജ് 20 വയസ്സിന് വരെ 35 വയസ്സാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 20 വയസ്സിൽ നമ്മൾ തുടങ്ങി 2000 രൂപ വെച്ച് തുടങ്ങി 12 എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു 55 വയസ്സാകുമ്പോഴേക്കും 1.3 CR നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇനി അതേമാതിരി തന്നെ ഇതിൽ ഒരു 10% വെച്ചിട്ടൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതൊരു 3.5 CR വരെ നമുക്ക് ഗ്രോത്ത് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അത് എല്ലാ മാസവും 10% വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയില്ല, നമ്മൾ ഡിലേ ചെയ്തു, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു 35 വയസ്സിലാണ് നമ്മൾ തുടങ്ങുന്നത്, 20 വയസ്സിന് തുടങ്ങുന്നത് 15 വയസ്സ് നമ്മൾ കുറച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2000 രൂപയുടെ SIP കൊണ്ട് നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മളൊരു മിനിമം ഒരു 10,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം. നമുക്ക് നോക്കാം, 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് 12% ഈ എക്സ്പെക്റ്റഡ് ഗ്രോത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 55 വയസ്സാകുമ്പോൾ എത്ര വരുന്നുള്ളത്. അപ്പോൾ ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ ചില 40ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ 10,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ഏകദേശം ഒരു 8.5 ലാക്കായിട്ട് നമ്മുടെ വർദ്ധിക്കും. ഇനി അത് ഒരു 50 വയസ്സാകുമ്പോഴേക്കും അതൊരു 50 ലക്ഷം നമ്മളെ ലെവലിലേക്ക് ഇത് വളരെ ചെയ്യും. ഇനി 55ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഇതൊരു 1 crore റുപ്പീസായിട്ട് വളരും. എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ ഒരു 30 ലക്ഷം രൂപ ഷോർട്ടേജ് ഉണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ 1.3 crore ആവണമെന്നുണ്ടെങ്കിൽ ഈ 10,000-ന് പകരം 13,000 രൂപയെങ്കിലും വേണം. അങ്ങനെയാണെങ്കിലോ ഈ 55ാമത്തെ വയസ്സിൽ 1.3 CR നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും ഏർലി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴും ഇത്തിരി വയസ്സാക്കി ഒരു 35 വയസ്സായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇത് ഇപ്പോൾ നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും 35 വയസ്സ് കഴിഞ്ഞാൽ ഇനിയും വൈകിയാലോ ഞാനിത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കാതെ ഇപ്പോൾ എത്ര സേവ് ചെയ്ത് മാസം മെച്ചം പിടിക്കാൻ പറ്റും അത് വെച്ചിട്ട് തുടങ്ങാം. എന്നിട്ട് പതുക്കെ ഇൻക്രീസ് ചെയ്തിട്ട് ഒട്ടും വൈകിക്കാതെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങാം എന്നുള്ളത് മാത്രമേ എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതൊരു വളരെ ഏവറേജ് റിട്ടേൺ 12% എന്നുള്ള രീതിയിൽ നമ്മളിവിടെ സംസാരിച്ചത്. നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റി ഒരു 14.2% ഗ്രോത്ത് നമുക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ പാസ്റ്റ് ഒരു 20 ഇയേഴ്സിന് മുകളിൽ നോക്കണമെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, നല്ല ഏതെങ്കിലും AMCയുടെ നല്ല മൾട്ടി ക്യാപ്പ് ഫണ്ടാണെങ്കിൽ അതൊരു 19% മുകളിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒത്തിരി ഫണ്ട് ഹൗസസ് ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്ത ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ടോപ്പ് 3 വന്നിട്ടുള്ളത് HDFCയുടെ ഒരു ഫണ്ട് വന്നിട്ടുണ്ട്, മൾട്ടി ക്യാപ്പിൽ ആദിത്യ ബിർളയുടെ വന്നിട്ടുണ്ട്, ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു റിട്ടേൺ കൊടുത്തിട്ടുള്ള മൾട്ടി ക്യാപ്പ് ഫണ്ട്സാണ്. ഇനി ലാർജ് ക്യാപ്പിൽ പറയുന്നുണ്ടെങ്കിൽ HDFCയിൽ വന്നിട്ടുണ്ട്, ടാറ്റ ലാർജ് ക്യാപ്പ് വന്നിട്ടുണ്ട്, അതേമാതിരി ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെ വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വന്നിട്ടുള്ള സ്റ്റോക്കാണ്. ഇതെല്ലാവരും പാസ്റ്റ് പെർഫോമൻസാണ് പറയുന്നത്. ഇനി അടുത്ത വർഷങ്ങളിൽ ഏത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളത് നമ്മൾ നന്നായിട്ട് സ്റ്റഡി നടത്തിയിട്ട് ഏതെങ്കിലും ഒരു അഡ്വൈസറുടെ ഹെൽപ്പോടെ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതേപോലെ തന്നെ കറക്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ കേസ് എന്തെങ്കിലും സ്വിച്ച് ചെയ്യണോ, ഇൻ കേസ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റിട്ടേൺ നമുക്കൊരു അടുത്ത 20-30 ഇയേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ റിട്ടയർമെൻറ്റ് വളരെ സ്മൂത്തായിട്ട് അച്ചീവ് ചെയ്യുന്നത്. റിട്ടയർമെൻറ്റ് ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഗോൾസ് ആണെങ്കിലും അത് അച്ചീവ് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ഏറ്റവും ഏർലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. 20 വയസ്സിൽ തുടങ്ങുമ്പോഴും 35 വയസ്സിൽ തുടങ്ങുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായില്ല. 20 വയസ്സിൽ തുടങ്ങി 2000 രൂപയ്ക്ക്
പെർ മന്തിൽ ചെയ്ത് അവസാനിപ്പിക്കാവുന്ന കാര്യം നമ്മൾ 35 വയസ്സായപ്പോൾ അതിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് 13,000 രൂപ വേണ്ട ഒരു കാര്യം ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ആശംസയുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോളസ്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നമ്മളതിനുള്ള ഉത്തരങ്ങൾ തരും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.